നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ചെമ്മീൻ മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പം മാത്രമല്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. പിന്നെ ഇതിന് നമ്മൾ ഒരുപാട് മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല, അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ചെമ്മീൻ ഒരുപാട് വലുതൊന്നും വേണമെന്നില്ല കേട്ടോ. ഇവിടെ കറിക്ക് കൊണ്ടുവന്ന ചെമ്മീൻ എടുത്തിട്ടാണ് ഞാൻ ഈ ചെമ്മീൻ മന്തി ഉണ്ടാക്കിയത്. ഇനി നല്ല വലിയ ചെമ്മീനാണെങ്കിലും വളരെ ചെറിയ ചെമ്മീനാണെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി മന്തി നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ മന്തിക്ക് പറ്റിയ ഗ്രീൻ ചട്നിയും മുട്ടയ്ക്ക് പകരം പാൽ വെച്ചിട്ടുള്ള മയണൈസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചെമ്മീനുണ്ടത്, 3/4 കിലോ റൈസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനിയിപ്പം 1 കിലോ ചെമ്മീന് 1 കിലോ റൈസ് വരെ നമുക്ക് എടുക്കാവുന്നതാണേ. അപ്പോൾ നമുക്കിത് ആദ്യം അരമണിക്കൂറൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ആദ്യം വേണ്ടത് മന്തി മസാലയാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ മന്തി മസാല ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ ഉണ്ടാക്കിയ മസാലപ്പൊടിയാണിത്. ഈ ഒരു റെസിപ്പി കാണാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ റെഡിമെയ്ഡ് മന്തി പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. 1 കിലോ ചെമ്മീൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മസാല പൗഡറൊന്നും ആവശ്യമില്ല, 2 ടീസ്പൂൺ വരെ മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പച്ചമല്ലി, ചെറിയ ജീരകം, നല്ല ജീരകം, ഏലക്ക, ബേ ലീഫ്, പിന്നെ ചെറിയ കഷ്ണം ഡ്രൈ ലെമൺ, പിന്നെ ഒരു പച്ച നാരങ്ങയുടെ അല്പം തോലും കൂടെ എടുത്തിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ചെമ്മീനിലേക്ക് മന്തി മസാലപ്പൊടി കൂടാതെ നമ്മൾ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു കളറിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് മന്തി ഉണ്ടാക്കാനുള്ള റൈസ് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലോങ് ഗ്രെയിൻ റൈസാണ്, ബസ്മതി റൈസ്. ഇനി നിങ്ങളുടെ കയ്യിൽ മന്തി റൈസ് ഉണ്ടെങ്കിൽ, അതായത് സെല്ല റൈസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇതും കുഴഞ്ഞൊന്നും വന്നൊന്നുമില്ല കേട്ടോ, വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ. ഓക്കെ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബിരിയാണി പോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 5 ഏലക്ക, 2-3 കഷ്ണം പട്ട, ഒരു 5-6 കറയാമ്പൂ, പിന്നെ വേണ്ടത് ബേ ലീഫാണ്. ചെറിയ ബേ ലീഫ് ആയതാണ്, നമുക്കൊരു 3 ബേ ലീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി മെത്തേഡിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാലും തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് നിരത്തി തന്നെ ഇട്ട് കൊടുക്കാം, കാരണം എല്ലായിടത്തും ഒരുപോലെ ചൂടെത്താൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തേക്കാം. ഇനി ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താണ്. ഈ സവാള ഇടുമ്പം മന്തിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ അത് വേറൊരു സൈഡിലേക്ക് നമുക്ക് അതും ഒന്ന് നിരത്തി തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 സൈഡിലായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 4 മിനിറ്റ് ഇതുപോലെ തന്നെ വയ്ക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പോട്ടാണെങ്കിൽ ഇത്രയും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇത് കുറച്ച് അടി പിടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ റൈസ് അളന്ന പാത്രത്തിൽ തന്നെയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. അപ്പോൾ ഒരു പാത്രം റൈസിന് നമ്മൾ 1.25 പാത്രം വെള്ളം എടുക്കുന്നത്. ഇനി മന്തി റൈസ് ആണെങ്കിലും ഈ ഒരളവ് വെള്ളം മതി കേട്ടോ. അപ്പോൾ അത് തിളപ്പിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുത്ത് വയ്ക്കാം നമുക്ക്. അപ്പോൾ സവാളയും ചെമ്മീനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്ന് ഇളക്കി വയ്ക്കാം. ചെമ്മീൻ മറിച്ചിടാൻ പറ്റില്ല, കുറേ ഉള്ള കാരണം നമുക്ക് മറിച്ചിടൽ സാധ്യമല്ല. അതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കാം. പിന്നെ ചെമ്മീൻ ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സാധനമാണ് ചെമ്മീൻ. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ മന്തിക്ക് ടേസ്റ്റ് കൂടും, അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് മീതെ കിടക്കാതെ കുറച്ചും കൂടെ നിരത്തി തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചിക്കൻ മന്തി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 2 മിനിറ്റും കൂടെ എടുത്ത് വയ്ക്കാം. ഇനി അടി പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 3 മിനിറ്റ് വെച്ചാൽ മതിയാകും കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത്. ഇത് ചെറുതായിട്ട് അടി പിടിച്ച് തുടങ്ങിയായിരുന്നു, അത് കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും.
പിന്നെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി, പിന്നെ സവാള വഴറ്റി, അങ്ങനത്തെ ടൈമൊന്നും നമുക്ക് ആയില്ലല്ലോ. ഇത് സവാള നന്നായിട്ട് വെന്ത് ഉടഞ്ഞും വന്നിട്ടുണ്ട്, ചെമ്മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ടേസ്റ്റിന് വേണ്ടി ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ടേബിൾ സ്പൂൺ അളവാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിപ്പം കട്ടയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആ വെള്ളം തിളയ്ക്കുന്നുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. നമ്മുടെ ചെമ്മീനെല്ലാം ഓൾറെഡി വെന്തിട്ടുണ്ട്. പക്ഷേ ചെമ്മീൻ എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ റൈസിൽ വേണ്ടത്ര ടേസ്റ്റ് പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെമ്മീനൊന്നും മാറ്റുന്നില്ല. ഇനി നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെമ്മീൻ എടുത്ത് മാറ്റി റൈസിൻ്റെ മുകളിൽ വിതറി കൊടുക്കണമെങ്കിൽ കുറച്ച് ചെമ്മീൻ എടുത്ത് മാറ്റിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇനി വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ആ റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ച റൈസാണ്, അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വെള്ളം ഒരുവിധം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കൊന്ന് അടി പിടിക്കുമെന്ന് സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, നല്ലതായിരിക്കും. എന്നിട്ട് ഒരുവിധം വറ്റിയതിന് ശേഷം ഇത് ഇതുപോലെയൊക്കെ ഇനി കുറച്ചും കൂടെ വെള്ളം വറ്റാനുള്ളൂ. ഒരുവിധം വറ്റിയതിന് ശേഷം നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി നമുക്കിത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ഇറ്റാലിയത്തിൻ്റെ ദോശക്കല്ലൊന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. 5 മിനിറ്റ് ചൂടാക്കിയ ഈ ദോശക്കല്ലിലേക്കാണ് ഞാൻ ഈ മന്തി പോട്ടെടുത്ത് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ ഇത് 5 മിനിറ്റ് ചൂടായതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1-2 ചേരുവയും കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ 3-4 പച്ചമുളക് ഞെട്ടോടുകൂടി തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ച് വെച്ച മന്തി മസാല പൗഡറിൽ നിന്ന് അല്പം എടുത്തിട്ട് ഇതിനകത്തേക്കൊന്ന് വിതറി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു മൂടി വീണ്ടും ഒരു 5-6 മിനിറ്റും കൂടെ വയ്ക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. പിന്നെ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ചിക്കൻ മന്തിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ദോശക്കല്ലിൽ നിന്നും മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഗ്രീൻ ചട്നിയും മയണൈസും ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2-3 പേർക്ക് കഴിക്കാൻ മാത്രം അല്പം മാത്രം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അളവെല്ലാം കൂടുതൽ എടുക്കാമേ. കുറച്ച് പുതിനയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3-4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 1 മതിയാവും, കാരണം കുറച്ച് മാത്രം നമ്മൾ ചട്നി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നല്ല എരിവ് ഇതിനുണ്ടാവുമേ. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും മതിയേ. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇത് വളരെ കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതാ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതിരിക്കുമ്പം ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ അളവിൽ നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ ചട്നിയാണ് ഇഷ്ടമെങ്കിൽ ചിക്കൻ മന്തിയുടെ ഒപ്പം അത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി പാൽ വെച്ചുള്ള മയണൈസ് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ വെച്ചിട്ട് ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ഒഴിക്കുമ്പം വെള്ളം പോലത്തെ പാലാവരുത് കേട്ടോ, അല്പം കട്ടിയുള്ള പാലാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഇതിൽ 1.5 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരിക്ക് പകരം നാരങ്ങ നീരായാലും മതി. അപ്പോൾ ഇതിൽ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 നുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടിക്കരുത്, ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മയണൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ ചില്ലി ഗാർലിക് പേസ്റ്റ് ഇഷ്ടമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം, അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ റൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല വിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.
നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഇതൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. താങ്ക് യു.